എല്ലാ കൂട്ടുകാർക്കും വെൽക്കം ബാക്ക് ടു മെല്ലോ ട്രാക്സ്. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമ്മളിപ്പോൾ ഉള്ളത് ഒമാനിലെ മസ്കറ്റിലാണ് കേട്ടോ. മസ്കറ്റിനടുത്ത് അത്യാവശ്യം അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഹൈക്കിംഗ് ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാർക്കെല്ലാം എളുപ്പത്തിൽ വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നമ്മളിപ്പം പോകുന്ന സ്ഥലം. മാത്രമല്ല വേൾഡ് വാർ ടുവിൻ്റെ അവശേഷികളായിട്ടുള്ള കുറച്ച് സെമിത്തേരികളെല്ലാം നമുക്കവിടെ കാണാൻ കഴിയും. രണ്ട് വഴി നമുക്ക് ഇവിടേക്ക് എത്തിച്ചേരാൻ പറ്റും. ഒന്ന്, ടൂറിസ്റ്റ് ബോട്ടിംഗ് എല്ലാം നടത്തുന്നവരായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ ബോട്ട് ത്രൂ നമ്മളെ അവിടെ എത്തിച്ചേരും. മറ്റൊന്ന് വെച്ചാൽ നല്ല പ്യുവർ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഹൈക്കിംഗ് ആണ്. മാപ്പിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ എലിഫന്റ് റോക്ക് വ്യൂ പോയിന്റ് സിദ്ധാപ്പ് എന്നടിച്ച് സെർച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് മാപ്പ് അവൈലബിൾ ആണ്. വെള്ളി ശനി ദിവസങ്ങളിൽ ഇവിടെ നല്ല തിരക്കാണ്. അപ്പം ആ ദിവസങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ കൂട്ടത്തിൽ കയറുന്നവരുടെ കൂടെ തന്നെ ഈസി ആയിട്ട് കയറി പോകാൻ പറ്റും. മറ്റുള്ള ദിവസങ്ങളിൽ വിജനമായിട്ട് കിടക്കുന്നൊരു സ്ഥലമാണിത്. അപ്പം മാക്സിമം ഒറ്റയ്ക്ക് വരാതിരിക്കാൻ ശ്രമിക്കുക. ആ കാണുന്ന കുത്തനെ കിടക്കുന്ന മല കണ്ടോ, അതാണ് നമുക്ക് കയറേണ്ടത്. നമ്മൾ കയറിപ്പോകുന്ന ഈ വഴി ഒരു കവറിടമാണ്. അപ്പം അതിൻ്റെ നടുക്കൂടെ ചെറിയ വഴിയുണ്ട്. ആ വഴി ക്രോസ് ചെയ്ത് നേരെ ആ മലക്കടുത്തെത്തും. ഇവിടേക്ക് ഹൈക്കിങ്ങിന് വരുന്നവർ മാക്സിമം നല്ല ഗ്രിപ്പുള്ള ഷൂ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഞാൻ ആദ്യമായിട്ട് വന്നപ്പോൾ ഇത്രയും സ്മൂത്തായിട്ടുള്ള റോക്സൊക്കെ ആണെന്ന് പ്രതീക്ഷിച്ചില്ല. അപ്പം അത്യാവശ്യം നല്ല സ്ലിപ്പറിയാണ്. അപ്പോൾ മാക്സിമം ഗ്രിപ്പുള്ള ഷൂസ് എല്ലാം ഉപയോഗിക്കാൻ ശ്രമിക്കുക. കാണുമ്പോൾ വളരെ ഈസി ആയിട്ട് തോന്നുമെങ്കിലും അത്യാവശ്യം അടപ്പ് വരയ്ക്കുന്ന പരിപാടിയാണ് കേട്ടോ. അപ്പം ഇവിടേക്ക് വരുന്നവർ നല്ല വെള്ളവും മറ്റുള്ള കാര്യങ്ങളും എല്ലാം എടുത്തു വേണം വരാനായിട്ട്. അതുപോലെ ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖമുള്ളവർ മാക്സിമം ഇത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഇങ്ങനെ കുത്തനെ കിടക്കുന്ന ഈ മലനിരകളും പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഞൊഴിഞ്ഞിറങ്ങി ഇടുങ്ങിയ വഴികളിലൂടെയുള്ള യാത്രയെല്ലാം എനിക്കൊരു പുതിയ അനുഭവം തന്നെയായിരുന്നു. അപ്പം ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഒരു തവണ നിങ്ങൾ വന്നിരിക്കണം. ഒമാനിൽ തണുപ്പുള്ള കാലാവസ്ഥ തുടങ്ങുന്ന ഒരു സമയമാണ് ഇവിടേക്കുള്ള യാത്രകൾക്കെല്ലാം ഏറ്റവും ബെസ്റ്റ്. മറ്റുള്ള സമയത്തെല്ലാം നല്ല ചൂടായിരിക്കും. വീഡിയോയിൽ വളരെ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും ഇതെല്ലാം നല്ല കുത്തനെയുള്ള കയറ്റങ്ങളാണ്. അപ്പം ഇവിടെ വരുന്ന സഞ്ചാരികൾക്കെല്ലാം ഈസി ആയിട്ട് പിടിച്ചു കയറാനും മറ്റുമായിട്ട് ഏണിയും ഇതുപോലുള്ള കേബിളുകളെല്ലാം ത്രൂ ഔട്ട് ഇവിടെ എല്ലാം സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ഒരു മല കയറി ഇറങ്ങി പിന്നെ കടൽ തീരത്തൂടെ കുറച്ച് അധികം നടന്നു, പിന്നെ മറ്റൊരു മല കയറി ഇറങ്ങി, പിന്നെ വേണം നമ്മൾ പറഞ്ഞ സ്ഥലത്തേക്ക് എത്താനായിട്ട്. വീഡിയോയുടെ ലെങ്ത് കാണുന്നവർ ഒരു ബുദ്ധിമുട്ട് ക്രിയേറ്റ് ചെയ്യാതിരിക്കാനായിട്ട് ഞാൻ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്താണ് വിടുന്നത്. ഈ കാണുന്നതാണ് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ക്രിസ്ത്യൻ സെമിത്തേരി കേട്ടോ. വേൾഡ് വാർ ടുവിൻ്റെ സമയത്തുള്ള പട്ടാളക്കാരുടെ ശവകുടീരങ്ങളാണ് ഈ കാണുന്നതൊക്കെ. ഇത് മാത്രമല്ല, ഈ മലയുടെ അപ്പുറത്ത് മറ്റൊരു സെമിത്തേരി കൂടെ ഉണ്ട്. പക്ഷേ കടൽ ഇറങ്ങി കിടക്കുന്ന ടൈമിൽ മാത്രമേ അവിടേക്ക് ഈസിയായിട്ട് എത്തപ്പെടാൻ കഴിയുള്ളൂ. മറ്റുള്ള സമയത്ത് അങ്ങോട്ടേക്ക് പോകാനായിട്ട് വെള്ളം ഒരു തടസ്സമായിരിക്കും.
ഞാൻ മുമ്പ് പറഞ്ഞ എലിഫന്റ് റോക്ക് വ്യൂ പോയിന്റ് ഇതാണ് കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ എലിഫന്റിന്റെ ഒരു മാതൃകയിലുള്ള ഒരു പാറയാണ് സംഭവം. നാട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ആനകളൊക്കെ കാണാറുള്ള നമുക്ക് ഇതൊരു വലിയൊരു സംഭവമായിട്ട് തോന്നാനുള്ള സാധ്യതയില്ല. വീഡിയോ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തും കൂടെ കാണുമെന്ന് വിചാരിക്കുന്നു. കാഴ്ചകളൊന്നും അവസാനിക്കുന്നില്ല. പുതിയ പുതിയ ചെറിയ ചെറിയ വീഡിയോകളായിട്ട് ഞാൻ ഇനിയും വരും. അതുവരെ എല്ലാവർക്കും നല്ലത് നേർന്നുകൊണ്ട് ഗുഡ് ബൈ.